വരുന്നത് വരെ കാത്തിരിക്കാം. ബെഞ്ച് വന്നിട്ട് എന്താണ് ആ ചോദിക്കണമെന്ന് ചോദിച്ചിട്ടില്ല. സുപ്രീം കോടതി വെറും 1 മിനിറ്റ് കൊണ്ട് ഇതാ സർക്കാർ ഈ തീരുമാനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതി വിധി ഒന്ന് വായിച്ചു നോക്കി ആരൊക്കെങ്കിലും പറയാൻ പറ്റുമോ? സുപ്രീം കോടതിയുടെ ആ വിധി പൂർണ്ണമായിട്ടും വായിച്ചു നോക്കിയ ആൾക്ക് 1 മിനിറ്റ് കൊണ്ട് ഒരു സർക്കാരിന് പരിഹരിക്കാൻ കഴിയാമെന്നൊക്കെ പറയുന്നത് അങ്ങനെ ഏതെങ്കിലും അത്ഭുത വിളക്ക് കയ്യിലുണ്ടോന്ന് അറിയില്ല. നീതിന്യായ വ്യവസ്ഥയ്ക്ക് മുകളിൽ ഞാനതാ പറഞ്ഞത്, അദ്ദേഹം സുപ്രീം കോടതിക്ക് മുകളിൽ ഒരു പുതിയ കോടതിയായിട്ട് ഭരണഘടന അംഗീകരിച്ചാൽ കുഴപ്പമില്ല. നമ്മുടെ നാട്ടിലെ പ്രശ്നം എന്ന് വെച്ചാൽ ഭരണഘടനയുണ്ട്, കോടതിയുണ്ട്, കോടതി ഒരു വിധി പറയുമ്പോൾ അതിൽ റിവ്യൂ ഉണ്ട്, റിവിഷൻ ഉണ്ട്, ഇങ്ങനെ കുറേ സംവിധാനങ്ങൾ ഉണ്ടെന്ന് അറിയാത്ത ആളല്ലല്ലോ പ്രതിപക്ഷ നേതാവ്. സർക്കാർ നാളെ പറയണം എന്ന് പറയേണ്ടത് കോടതിയല്ലേ? അവിടെ മുമ്പിൽ കാര്യങ്ങളുണ്ടല്ലോ. അവരിപ്പോൾ ഈ ബെഞ്ചാണോ കേൾക്കുന്നത്, അതിന് പ്രത്യേകമായി ബെഞ്ചിലേക്ക് വരുമോ? അതൊക്കെ വരട്ടെ. അദ്ദേഹത്തിനൊരു അസാധാരണമായ തിടുക്കം, 1 മിനിറ്റിന്റെ തിടുക്ക് ഇതിനല്ല, വേറെ കസേര കണ്ടുള്ള തിടുക്ക്. ഇനി ഇത് കൂടി കിട്ടിയാൽ എന്തെങ്കിലും കിട്ടുമോ? നിങ്ങളെല്ലാം വഴി കെട്ടിപ്പൊക്കി കൊണ്ടുവന്ന ഇതിപ്പോൾ കാണാനില്ലല്ലോ. ഹൈക്കോടതി ശക്തമായി പറഞ്ഞില്ല അന്വേഷണം ശരിയായ ദിശയിൽ, ഇത് ഏതെങ്കിലും കുത്തുകേസ് പോലെയല്ല ഇത്തരം കാര്യങ്ങൾ. അത് അവസാനം അന്വേഷണം എവിടേക്ക് എത്തി? അന്വേഷണം ഇപ്പോൾ കൊടിമരം സംബന്ധിച്ചുള്ള വിജിലൻസ് അന്വേഷണത്തിലേക്ക് കോടതി തന്നെ നിർദ്ദേശിച്ചില്ലേ? കോടതി തന്നെ ഗൗരവമായ ചില നിരീക്ഷണങ്ങളിലേക്ക് എത്തിയില്ലേ? അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഇപ്പോൾ അതിനെക്കുറിച്ചൊന്നും മിണ്ടുന്നില്ല. അപ്പോൾ അങ്ങനെ ഓരോ ദിവസവും ഓരോന്നുണ്ടാക്കി അദ്ദേഹം പറഞ്ഞ നരേറ്റീവ് ഉണ്ട്. അത് കനകലു സിദ്ധാന്തമാണ്. പ്രൊപ്പഗൻഡയിൽ ഒരു ഭാഗം നരേറ്റീവ്, കാര്യങ്ങൾ സൃഷ്ടിച്ച് പൊതുബോധം രൂപപ്പെടുത്താൻ ശ്രമിക്കുക. അതിനെന്തെങ്കിലും കിട്ടുമോ എന്നുള്ള തിടുക്കമല്ലാതെ ഇത് സുപ്രീം കോടതി പരിശോധിക്കട്ടെ. ഭരണഘടനാ ബെഞ്ച് ആണോ, എത്ര അംഗ ബെഞ്ച് വരുന്നു, അവർ സിറ്റിംഗ് വരട്ടെ, ആ സമയത്ത് നമുക്ക് തീരുമാനിക്കാം. അല്ല, അതെല്ലാം കോടതിയിൽ വരട്ടെ എന്ന്. നമ്മളെന്തിനാ ഈ അസാധാരണമായി തിടുക്കം കാണിക്കുന്നത്? അല്ല, അത് സിദ്ധാന്തം പറയുന്നതല്ല. മാറ്റുന്നത് മാർക്സിന്റെ സിദ്ധാന്തമാണ്, അതെല്ലാവർക്കും അറിയാമല്ലോ. ഇത് കോടതിയെക്കുറിച്ചുള്ളതല്ലേ. കോടതി ഇപ്പം എന്താ, കോടതി ഇത് നാളെ ഓർഡേഴ്സ് വയ്ക്കുന്നു. സ്വാഭാവികമായിട്ടും നമ്മൾ സാധാരണ നിലയിൽ പ്രതീക്ഷിക്കുന്നത് നേരത്തെ വിധി അടിസ്ഥാനത്തിൽ ഒരു ഭരണഘടനാ ബെഞ്ചാണല്ലോ കേൾക്കേണ്ടത്. ആ ബെഞ്ചിലേക്ക് വിടാനോ അല്ലെങ്കിൽ ആ ബെഞ്ച് രൂപീകരിക്കാനായിട്ട് ചീഫ് ജസ്റ്റിസിനാണ് സാധാരണ ബെഞ്ച് രൂപീകരിക്കുക. അതൊക്കെ വന്നിട്ട് ആ ബെഞ്ച് കേൾക്കുമ്പോൾ എന്തൊക്കെ പറയണമെന്ന് അവർ ആവശ്യപ്പെടുമ്പോൾ അപ്പം നോക്കിയാൽ മതിയില്ലേ? അവിടെ വെള്ളം കാണുന്ന വെച്ച് ഇവിടെ നമ്മൾ മുണ്ട് മടക്കി കുത്തി പോകേണ്ട കാര്യമില്ലല്ലോ. അല്ല, അത് അദ്ദേഹത്തിന് ഉറപ്പുണ്ടല്ലോ UDF വരില്ല എന്നുള്ളത് കൊണ്ടായിരിക്കും. കാരണം ഇനിയിപ്പോൾ UDF വരില്ല എന്ന് ഉറപ്പുണ്ടെങ്കിലായിരിക്കും അത് പറയാൻ കഴിയുള്ളൂ. കാരണം അല്ലെങ്കിൽ ഒരു ഗവൺമെന്റിന് ആ ഗവൺമെന്റ് കൊടുക്കുന്ന സത്യവാങ്മൂലത്തിനടിയിൽ 9 അംഗ ബെഞ്ച് ഒപ്പിടും. ഇതാണ് വിധി. ഇതാണോ കോടതി നടപടി? അതൊക്കെ സാധാരണഗതി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ. അല്ല, നിലപാട് ഇപ്പോൾ ആരെടുത്തിരിക്കുന്നത്? സർക്കാർ നിലപാടിനെയാണോ ഇപ്പോൾ ചോദ്യം ചെയ്തിരിക്കുന്നത്? കോടതിയുടെ മുൻപിലുള്ള ഇപ്പം എന്താ? അല്ല, ഞാൻ ചോദിക്കട്ടെ. അല്ലല്ല, കോടതിയുടെ മുൻപിൽ ഇപ്പം എന്താ ഉള്ളത്? അല്ല, അവരെന്തിനെ പുനഃപരിശോധിക്കാൻ പോകണം? ഞങ്ങളുടെ നിലപാടിനെയാണോ? അവരുടെ വിധിയാണ്. അവരുടെ വിധിയെ സാധാരണ പുനഃപരിശോധിക്കുന്ന രീതികളുണ്ട്. ആ രീതികൾ റിവ്യൂവിൻ്റെ പരിമിതി ഉണ്ടാവും. അതിലെന്താണ് വരുന്നത്, സർക്കാരിനോട് എന്താണ് ആവശ്യപ്പെടുന്നതെന്ന് നമുക്ക് നോക്കാം. അവരിങ്ങനെ ചോദിക്കാൻ ഇടയുണ്ട് എന്ന് ചോദിച്ചാൽ അതോടുകൂടി ഈ തീരുമാനത്തിൽ അദ്ദേഹം പറഞ്ഞ പോലെ 1 മിനിറ്റ് കൊണ്ട് സുപ്രീം കോടതിയിൽ 9 അംഗ ബെഞ്ച് ഞങ്ങളൊരു അഫിഡാവിറ്റ് കൊടുക്കുന്നു, അപ്പം തന്നെ അവർ സീൽ വെച്ചിട്ട് തരുന്നു, ഇതാ കൊണ്ട് നടപ്പിലാക്കൂ എന്ന ലളിതമാണ് പ്രക്രിയയെങ്കിൽ എളുപ്പമാണ്. അപ്പം നിങ്ങളെല്ലാവരും ചെയ്യേണ്ടത് ക്ഷമാപൂർവം കാത്തിരിക്കുക. ഓരോന്നിനും വിവാദങ്ങളുണ്ടാക്കി സംഘർഷങ്ങളിലേക്ക് എത്തിച്ച് എന്തെങ്കിലും നേട്ടം കൊയ്യാൻ കഴിയുമോ എന്ന കഴുകൻ കണ്ണുകളുമായി കാത്തിരിക്കുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ടെന്ന് കരുതുക. അവരെല്ലാവരും ജുഡീഷ്യറിയിൽ വിശ്വാസം അർപ്പിക്കുക. ഇപ്പോൾ സ്വർണ്ണ പ്രശ്നവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ജുഡീഷ്യറി നേരിട്ട് അന്വേഷിക്കുന്നു, അവർ ഇൻവെസ്റ്റിഗേഷൻ ടീം നേരിട്ട് മോണിറ്റർ ചെയ്യുന്നു, എല്ലാം അവരുടെ മുൻപിലേക്ക് എത്തുന്നു. അപ്പോൾ ആ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിൽ പൂർണ്ണമായിട്ടും വിശ്വാസം അർപ്പിച്ച് പ്രവർത്തിക്കുക. അതേപോലെ സുപ്രീം കോടതി ഇപ്പോൾ അത് ഓർഡേഴ്സ് വച്ചിരിക്കുന്നു. അപ്പോൾ ഒരു ബെഞ്ച് വരട്ടെ. അത് വരുമ്പോൾ ബെഞ്ച് എങ്ങനെയാണ് സമീപിക്കുന്നത്? അവരിപ്പോൾ വന്ന വിധിയുടെ റിവ്യൂവിൻ്റെ സാധാരണ പരിമിതിക്കകത്താണോ, അതോ പുതിയ വാദങ്ങൾ കേൾക്കാനാണോ? സാധാരണ അപ്പീലിൽ പോലും പുതിയ വാദങ്ങൾക്ക് പ്രസക്തിയില്ല. നമ്മൾ കോടതിയിൽ ഒരു കേസ് വിധി വന്നാൽ അപ്പീൽ ഘട്ടത്തിൽ നേരത്തെ ഉന്നയിച്ചതിൽ നിന്ന് വ്യത്യസ്തമായി പുതിയ വാദങ്ങൾ ഉന്നയിക്കാൻ സാധാരണ കഴിയില്ല. അതല്ല, കോടതി സാധാരണ റിവ്യൂ ഹർജി ഓപ്പൺ കോർട്ട് കേൾക്കുന്നത് അസാധാരണമാണ്. ഇത് ഓപ്പൺ കോർട്ട് കേൾക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. 9 അംഗ ബെഞ്ച് അത് സംബന്ധിച്ച് 9 അംഗ ബെഞ്ചായിരിക്കും കേൾക്കാൻ എന്ന് കരുതുന്നു. ആ ബെഞ്ച് വരട്ടെ.
അത് സുപ്രീം കോടതിയെ സംബന്ധിച്ച് നിലപാട് സ്വീകരിക്കട്ടെ. അവർ ഉന്നത നീതിപീഠം ഏത് തരത്തിലാണ് പരിശോധിക്കുന്നു എന്ന് മനസ്സിലാക്കി നമുക്ക് നിലപാട് സ്വീകരിക്കാം. അല്ലാതെ ഇപ്പം എന്തെങ്കിലും വീണ് കിട്ടുമോ എന്ന് വെച്ചിട്ട് ആകാശത്തേക്ക് ഇങ്ങനെ നോക്കി ആ മാമ്പഴം പൂളി ഞങ്ങളുടെ വായിൽ തന്നെ നിന്ന് വീഴുമോ, ഒരു സുവർണാവസരം ഇനിയും കിട്ടുമോ എന്ന് ഗവേഷണം നടത്തുന്ന ആളുകൾക്ക് ഇങ്ങനെ ചില കാര്യങ്ങളുണ്ടാവും. നിങ്ങൾ മാധ്യമങ്ങളുടെ നിലയിലും നമുക്ക് ഉത്തരവാദിത്തമുള്ള ആളുകളുടെ നിലയിലും അനാവശ്യമായിട്ടുള്ള ചർച്ചകൾ ഒരുക്കി സുപ്രീം കോടതിയെ സ്വതന്ത്രമായി അവർ പ്രവർത്തിച്ചോട്ടെ, അതിന് വിടുക എന്നതാണ് എല്ലാവരും സ്വീകരിക്കുന്നത്. ഈ ആഗോള അയ്യപ്പ സംഗമത്തിന് ഹൈക്കോടതിക്ക് മുമ്പിലേക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു കണക്ക് വന്നിട്ടുണ്ടോ? താങ്കൾ നിയമമന്ത്രി എന്ന നിലയിലാണ് ചോദിക്കുന്നത്. ഹൈക്കോടതി തന്നെ അതിൽ പരാമർശം നടത്തി, ഇതിൽ കണക്കിലൊക്കെ പൊരുത്തക്കേടാണ്. അങ്ങനെ ഹൈക്കോടതിക്ക് തോന്നാൻ പാകത്തിലുള്ള ഒരു കണക്ക് കോടതിക്ക് മുമ്പിലേക്ക് അതൊരു അസാധാരണത്തുണ്ട്. അത് സാധാരണഗതിയിൽ ഇപ്പം നമുക്ക് ആദ്യം ഇന്റേണൽ ഓഡിറ്റ് ഉണ്ടാവും. നമ്മൾ ഏത് സ്ഥാപനത്തിൽ ഏത് പരിപാടിയാണെങ്കിലും ചിലതിന് ഇന്റേണൽ ഉണ്ടാവും, എക്സ്റ്റേണൽ ഓഡിറ്റിംഗ് ഉണ്ടാവും. ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് കോടതിയുടെ ഇടപെടലുകൾ ഉണ്ടാകട്ടെ, കോടതി എന്താണ്, സുപ്രീം കോടതി എന്താണ് പറയുന്നത് എന്ന് നോക്കാം. അതിനുശേഷം മാത്രം അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. എടുത്തുചാടി ഒരു നിലപാട് പറയണമെന്ന് ആവശ്യപ്പെട്ട് ഇപ്പോൾ സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുന്ന സാഹചര്യത്തിലേക്ക് പോകേണ്ട അവസ്ഥയില്ല എന്നാണ് പി രാജീവ് നിയമമന്ത്രി വ്യക്തമാക്കുന്നത്.